ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ പൊരിച്ചെടുത്താലോ. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി എടുത്തേക്കണേ കഴുകിയിട്ട് ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും മൈദപ്പൊടി ഇട്ടേക്കണേ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ടേക്കണത്. പിന്നെ കുറച്ച് ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളറില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കളറും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ടിച്ചിട്ടുണ്ട്. പോരാത്തിന് വേണമെങ്കിൽ പുളിക്ക് കുറവുണ്ടെങ്കിൽ എന്നുള്ള സുർക്കയും കൂടി ഉണ്ടാക്കാം. പിന്നെ അത് ഇങ്ങനെ കുഴക്കാൻ പാകത്തിനാക്കി എടുക്കണമെങ്കിൽ ഒരു തുള്ളി സുർക്കയും കൂടി ഇട്ടിക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കൻ സെറ്റാക്കി ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. ഞാൻ കുഴച്ചങ്ങാണ്ട് നേരെ ഫ്രീസർക്കാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് അപ്പം തന്നെ ഞാൻ ഫ്രൈ ആക്കാൻ ഒരു 10 മിനിറ്റ് വെക്കാനുള്ള ടൈമുള്ളൂ. അപ്പോൾ അതൊന്നും മസാല പിടിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രീസർക്കാണ് കയറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളത് ബീഫ് ബിരിയാണിയാണ് അടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ബിരിയാണിക്കുള്ള ബീഫ് കയറ്റിങ്ങാണ്ട് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരിഞ്ഞും കൊണ്ട് നിൽക്കുകയാണ്. ഞാനും ഉമ്മയായിട്ട് അരിയണത്. അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പും പുതിനയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെപ്പാടൊപ്പം അരിയുള്ള സാധനങ്ങളൊക്കെ ഒപ്പം വെച്ചിട്ട് അരിയാം കേട്ടോ. അപ്പം അങ്ങനെ അരിച്ചിലും പിടിച്ചിലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അത് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒരടുപ്പത്ത് വഴറ്റുമ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചോറും കൂടി ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണി ഇവിടെ വെക്കുമ്പോൾ ചോറ് തിളപ്പിച്ചൂറ്റിങ്ങാണ്ട് കേട്ടോ വെക്കൽ. പലയിടത്തും പല പോലെയാണ്. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണീൻ്റെ കൂടെ ഉള്ളത് പപ്പടം പൊരിച്ചതും തൈരും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ചേർത്തിട്ടില്ല, ഞാൻ അതിൽ ആഡാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഉള്ളി വഴറ്റിയതിൻ്റെ ശേഷം കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരടുപ്പത്ത് സെറ്റ് ആക്കുന്നുണ്ട്, ഒരടുപ്പത്ത് ചിക്കൻ ഫ്രൈയും ആക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി ഏകദേശം സെറ്റായപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ബീഫിൻ്റെ മീറ്റ് മസാല, പിന്നെ അപ്പോൾ ഒക്കെപ്പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണി മരുന്നും കൂടി ചേർക്കണം കേട്ടോ. അപ്പോഴുള്ള അതിൻ്റെ ആ മണം വരിക. ബിരിയാണി മരുന്നിൻ്റെ ഞാനൊരു ചെറിയൊരു പാക്ക് വാങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും പട്ടയും പൂവും കൂടി കുറച്ചും കൂടി ചേർത്തിട്ട് ബിരിയാണി മരുന്ന് പറഞ്ഞാൽ തന്നെ ഒരു പാക്ക് കിട്ടും. ഞാൻ പാക്ക് തന്നെയാണ് കേട്ടോ വാങ്ങൽ. അപ്പം പാക്ക് വാങ്ങിയിട്ട് പൊടിക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാം. പാക്ക് വാങ്ങുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടുക. പൊടി വാങ്ങുമ്പോൾ അതിൽ വലിയ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിക്കണം, കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കണം, പുളിയൊക്കെ നോക്കിയിട്ടും. നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബിരിയാണി കേട്ടോ വെക്കൽ. ഒരുപാട് ഇങ്ങനെ കുറേ ഒന്നും ചേർക്കലില്ല. അപ്പോൾ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണീൻ്റെ ഒരു പൊടികളും കൂടി ഇട്ടിട്ട് എന്നിട്ട് ആ ബീഫ് നമ്മളേക്ക് തട്ടിയിട്ട് ഒരു വാഴയില മുകളിൽ വെച്ചിട്ട് അപ്പം അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് ഉള്ളി ചോറിട്ടുണ്ട്, ചോറ് വേവിച്ച് ചോറിട്ടുണ്ട്, മല്ലിച്ചപ്പും പുതിനയും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഉള്ളി വറുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ വിട്ടുപോയതാണ്, ഇതാക്കിയപ്പോൾ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ദമ്മിട്ടു. നമ്മൾ വാഴയില വെച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദമ്മ് കുത്തൽ തുടങ്ങി. അപ്പോൾ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദമ്മിടുമ്പോൾ എന്താ പറയുക, ചിലർ ദമ്മിട ആദ്യം വെക്കാറുണ്ട്. ബിരിയാണി ദമ്മിട്ട് തന്നെയാണ് നമ്മൾ ഈ ഏരിയയിൽ ഞങ്ങളൊക്കെ വെക്കൽ. ബിരിയാണി അത് ശെല്ലും ഞാൻ മുകളിൽ നിന്ന് പോയി ബിരിയാണി. ഇതാണ് ഞങ്ങളുടെ ബിരിയാണി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.